നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിന് പിന്നാലെ ഇത് ഉമ്മൻചാണ്ടിയുടെ വിജയമാണ് ഈ അറസ്റ്റ് എന്ന രീതിയിൽ നടി റിനി ആൻഡ് ജോർജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഇതിനെതിരെ പരാതിയുമായി ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഉമ്മൻചാണ്ടിയുടെ വിജയമാണെന്ന ആ ഒരു പരാമർശം ആ പോസ്റ്റ് നീക്കണമെന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. പ്രചരിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന സ്വന്തം അഭിപ്രായങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാകാൻ ജീവിച്ചിരിപ്പില്ലാത്ത വ്യക്തികളുടെ പേര് അനാവശ്യമായി ഉപയോഗിച്ചു എന്നാണ് റിനിക്കെതിരെയുള്ള പരാതി. ഉമ്മൻചാണ്ടിയുടെ പേര് ചേർത്ത് വിശ്വാസയോഗ്യമല്ലാത്ത അഭിപ്രായങ്ങൾ പ്രചരിപ്പിക്കുന്ന റിനിയുടെ പോസ്റ്റ് നീക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെടുന്നു. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായപ്പോൾ റിനി ആൻഡ് ജോർജ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമായിരുന്നു: ഇത് ഉമ്മൻചാണ്ടിയുടെയും വിജയം. അതിജീവിതകൾ സരിതകളും അയാൾ ഉമ്മൻചാണ്ടിയും എന്ന് പ്രചരിപ്പിക്കുന്നവർക്കായി സമർപ്പിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാകാൻ ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച പേര് മറ്റൊരാളുടേതായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണം മുൻനിർത്തി അത് അട്ടിമറിക്കപ്പെടുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കല്ലറയിലും ഗീവർഗീസ് പുണ്യാളന്റെ പള്ളിയിൽ വരെ രാഹുൽ അഭിനയിച്ച് തകർത്തു. എന്നാൽ പ്രസിഡന്റ് സ്ഥാനത്തെ കാലാവധി പൂർത്തീകരിക്കാൻ അയാൾക്ക് സാധിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ പിൻഗാമി എന്ന് അവകാശപ്പെടുമ്പോഴും അദ്ദേഹത്തിന്റെ സ്വന്തം മകനെ പോലെ ഒഴിവാക്കാനുള്ള സകല പരിശ്രമങ്ങളും നടത്തി. ഇപ്പോൾ ഇതാ സ്വയം അഭിനവ ഉമ്മൻചാണ്ടിയെ അവരോധിക്കാനുള്ള നാടകം നടത്തുന്നു. ഒന്നും ചെയ്യാത്ത തന്നെ സരിതകൾ വന്ന് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന കഥകൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയാണ്. സ്വയം ഉമ്മൻചാണ്ടിയായി നടിക്കുന്ന ഈ വ്യക്തിയാൽ ഉപദ്രവിക്കപ്പെട്ട നിരവധി പെൺകുട്ടികളുടെ കേസുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് കിട്ടുന്ന വിവരം. പല യുവതികൾ ഇത്തരത്തിൽ അബോർഷൻ ചെയ്യപ്പെട്ടതായും വിവരങ്ങളുണ്ട്. ഇനിയും കണ്ടെത്താത്ത കേസുകളും വിവരങ്ങളും ഉണ്ടാകാം. പൈശാചികവും നിഷ്ഠൂരവുമായ ലൈംഗിക പീഡനത്തിന് വിധേയയാക്കിയെന്ന് പെൺകുട്ടികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന മൊഴികൾ പുറത്തു വന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയുമായി ഉമ്മൻചാണ്ടിയെ പോലൊരു നേതാവിനെ താരതമ്യപ്പെടുത്തുന്നത് ന്യായമാണോ എന്നായിരുന്നു റിനി ആൻഡ് ജോർജ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചത്. കോൺഗ്രസിനെ നശിപ്പിക്കാൻ രാഷ്ട്രീയ പ്രേരിതമായി ഇറങ്ങിയെന്ന് പറയുന്നവരോട് കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നതല്ല തന്റെ ലക്ഷ്യം. കോൺഗ്രസിന്റെ അന്തസ്സിനെ നശിപ്പിക്കുന്ന ഹിംസാത്മകമായ ഇത്തരം പ്രവണതകളെ ഇല്ലാതാക്കുക എന്നതാണ്. അതിലേറ്റവും ആനന്ദിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ ആത്മാവ് തന്നെയായിരിക്കുമെന്നും റിനി ആൻഡ് ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. എന്തായാലും ഇതിനെതിരെയാണ് ഇപ്പോൾ പരാതി. ഇത്തരത്തിൽ ജീവിച്ചിരിപ്പില്ലാത്ത ഒരാളുടെ അനാവശ്യമായ ആ വ്യക്തിയുടെ പേര് വലിച്ചിഴയ്ക്കുന്നു എന്ന തരത്തിലുള്ള ഈ ഫേസ്ബുക്ക് പോസ്റ്റ് റിനി പിൻവലിക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെടുകയാണ്. അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ആണ് റിനിക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ അതിജീവിതകൾ ഇനിയും ഉണ്ടെന്ന പരാമർശം റിനി നടത്തിയിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തും അഭിഭാഷകനും പൊതുപ്രവർത്തകനും അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രിക്കായിരുന്നു പരാതി നൽകിയത്. സർക്കാരിന് റിനി സൂചിപ്പിച്ച അതിജീവിതകളെ കണ്ടെത്തുവാനും നിയമസഹായവും നീതിയും ഉറപ്പാക്കുവാനും സാധിക്കണം. അതിനവർ ആരൊക്കെയാണെന്ന് അറിയണം. അതറിയാനായി റിനി ആൻഡ് ജോർജിനെ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ലൈംഗിക പീഡന കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അയാളുടെ പീഡനത്തിനിരയായ അതിജീവിതമാർ ഇനിയുമുണ്ടെന്ന പരാമർശം നടി റിനി ആൻഡ് ജോർജ് നടത്തിയത്. സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് മറച്ചുവെക്കുന്ന നടപടി കുറ്റകരമാണ്. ഇനിയും അതിജീവിതകൾ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ അവരുടെ വിവരം സർക്കാരിനോ പോലീസിനോ നൽകിയതായി റിനി ജോർജ് വ്യക്തമാക്കുന്നില്ല. അതിജീവിതമാരെ കണ്ടെത്തി നീതിയും നിയമസഹായവും ഉറപ്പാക്കാൻ റിനിയെ ചോദ്യം ചെയ്ത് മൊഴിയെടുത്ത് തുടർ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഉമ്മൻചാണ്ടിയുടെ കൂടി വിജയമാണെന്ന റിനിയുടെ പ്രസ്താവന അത് പിൻവലിക്കണം, ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണം എന്ന ആവശ്യം പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ആവശ്യം എന്താണ്, ഈ പരാതിമേലുള്ള റിനിയുടെ പ്രതികരണം എന്താണ്, റിനിയുടെ തുടർ നടപടികളൊക്കെ വരും മണിക്കൂറുകൾ മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് പിന്നാലെ റിനി നടത്തിയ പ്രതികരണങ്ങൾ പരാതി നൽകിയ യുവതി അഭിനന്ദിക്കുന്നുവെന്നും സൈബർ ആക്രമണങ്ങളെ ഭയക്കാതെ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന ധൈര്യത്തെ പ്രശംസിക്കുന്നുവെന്നും റിനി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് അവസാനിക്കുകയും രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതിന് ശേഷമാണ് മൂന്നാമത്തെ പരാതി വന്നത്. ഇനിയെങ്കിലും പരാതികൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയരുതെന്ന് റിനി കൂട്ടിച്ചേർത്തു. ഇനിയും അതിജീവിതകളുണ്ടെന്നും അവരും സധൈര്യം മുന്നോട്ട് വരാനും ഇത്തരം ആളുകളെ എക്സ്പോസ് ചെയ്യാനും തയ്യാറാകണമെന്നും റിനി പറഞ്ഞു.
അങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുന്ന ചിലരുടെ പൊയ്മുഖങ്ങൾ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇത്തരം ക്രിമിനലുകൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കാൻ യോഗ്യരാണോ എന്ന് ജനങ്ങൾ ആലോചിക്കണമെന്നും റിനി പറഞ്ഞു. ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ബന്ധം നടന്നു, അതിനുശേഷം പരാതിയുമായി വരുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നതെന്ന് റിനി പറയുന്നു. ഇന്ന് രാഹുലിനെതിരെ പരാതി ഉന്നയിച്ച ഒരു അതിജീവിതയുടെ കുറിപ്പ് വായിക്കാനിടയായി. കണ്ണ് നിറഞ്ഞുപോയി. കുഞ്ഞിനെ സ്വപ്നം കണ്ട ഒരു അമ്മയുടെ വേദനയാണത്. കേരളത്തിന്റെ മനസാക്ഷി നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും റിനി പറഞ്ഞിരുന്നു. അതേസമയം നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയതിന് പിന്നാലെ ശ്രീനാദേവി കുഞ്ഞമ്മയോട് വിശദീകരണം തേടി പത്തനംതിട്ട DCC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് നിലപാടുകൾക്കും വിരുദ്ധമായി അച്ചടക്ക നടപടിയുടെ ഭാഗമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ പിന്തുണച്ച് സമൂഹ മാധ്യമങ്ങൾ വഴി അഭിപ്രായങ്ങൾ പ്രചരിപ്പിച്ചത് പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയും അവമതിപ്പും ഉണ്ടാക്കിയെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്താവന നടത്തുവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നേരിട്ടോ രേഖാമൂലമോ വിശദീകരണം നൽകണമെന്ന് കോൺഗ്രസ് പാർട്ടി അംഗവും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ശ്രീനാദേവി കുഞ്ഞമ്മയോട് ആവശ്യപ്പെട്ടതായാണ് DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ അറിയിച്ചത്. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അച്ചടക്ക നടപടിക്ക് വിധേയമാകേണ്ടി വരുമെന്ന് വിശദീകരണ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് എന്നിവർ വിവരങ്ങൾ അന്വേഷിച്ചതായും DCC പ്രസിഡന്റ് അറിയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചും നിലവിലെ പരാതികൾ സംശയം പ്രകടിപ്പിച്ചും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. താൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണെന്നും അതിജീവിതയ്ക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ അതിജീവിതന്റെ ഭാഗം കൂടി കേൾക്കണമെന്നുമാണ് ശ്രീനാദേവി പറഞ്ഞത്. ഒന്നാമത്തെ പരാതിയിൽ പീഡന ആരോപണം നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെന്നും രണ്ടാമത്തെ കേസിലും കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. പുതിയ പരാതിയിൽ പെൺകുട്ടി ഉപദ്രവിക്കപ്പെട്ടുവെന്ന് കേൾക്കുമ്പോൾ വേദനയുണ്ട്. എന്നാൽ പീഡനത്തിന് ശേഷം പ്രതിക്ക് ചെരുപ്പ് വാങ്ങി നൽകി ഫ്ലാറ്റ് വാങ്ങാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള മൊഴികൾ കേൾക്കുമ്പോൾ ചില സംശയങ്ങൾ തോന്നുന്നില്ല എന്നായിരുന്നു ശ്രീനാദേവിയുടെ ചോദ്യം. പിന്നാലെ അതിജീവിത ശ്രീനാദേവിക്കെതിരെ പരാതി നൽകി. പിന്നാലെ അതിജീവിതയ്ക്കെതിരെ ശ്രീനാദേവി കുഞ്ഞമ്മ മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇമെയിൽ വഴിയാണ് പരാതി നൽകിയത്. തനിക്കെതിരെ തെറ്റായ പ്രചാരണം നടത്തുന്നു എന്നാണ് ശ്രീനാദേവിയുടെ ആരോപണം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. പൊതുസമൂഹത്തിൽ തന്നെ കരിവാരി തേക്കുന്ന തരത്തിലാണ് അതിജീവിത പരാതി നൽകിയത്. അതിജീവിത ആരാണെന്ന് തനിക്ക് അറിയില്ലെന്നും ഇവർ പറഞ്ഞു. അതിജീവിതയെ താൻ അധിക്ഷേപിച്ചിട്ടില്ല. താൻ എന്നും സത്യത്തിനൊപ്പമാണ് നിലനിൽക്കുന്നത്. അതിജീവിത എന്ന നിലയിൽ നിയമം തരുന്ന സംരക്ഷണത്തെ വ്യാജ പരാതികളിലൂടെ തനിക്കെതിരെ ഉപയോഗിക്കാൻ ശ്രമിച്ചെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ പരാതിയിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.